സൂപ്പർ സൂപ്പർ പടം. ചേച്ചി പടം എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ പടം ഉണ്ട്. അടിപൊളി എല്ലാം കൊണ്ടും ഗൂസ്ബംസ് ആണോ? ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. നല്ല വിഷ്വൽ ട്രീറ്റ് ആണോ? അടിപൊളിയാണോ? ജയറാമേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെ VFX കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ഒക്കെ എല്ലാം കൊണ്ടും അടിപൊളി സെറ്റാണ്. ഒരു 1000 കോടി ലോഡി, 1000 കോടി ലോഡി. ജയറാമേട്ടനും ഋഷഭ് ഷെട്ടിയൊക്കെ എങ്ങനെയുണ്ട്? ഓ കിടിലായിരുന്നു. ഫസ്റ്റിനേക്കാളും അപ്പുറത്താണ്. പടം ഉണ്ടായിരുന്നു ബ്രോ. ഓ പടം വേറെ ലെവൽ സാധനമാണ്, പറയാനൊന്നുമില്ല. കാന്താര വണ്ണിനാണ് കാന്താര വേറെ ലെവല്, മൊത്തത്തിൽ വേറെ ലെവലാണ്. ഫസ്റ്റ് ഹാഫിലെ തുടക്കത്തിലൊക്കെ ഒരു ഡബിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അല്ലാണ്ട് മൊത്തത്തിൽ സ്റ്റോറി ലൈൻ ആയാലും മേക്കിംഗ് ആയാലും രാജമൗലി പടമൊക്കെ പറയില്ലേ, ആ ഒരു ലെവലെത്തിക്കുന്നു. ക്ലൈമാക്സ് ഒക്കെ ആണ് പീക്ക് ലെവല്. മേക്കിംഗ് പറഞ്ഞാലേ അത് വിചാരിച്ചതിനേക്കാൾ മുകളിൽ കയറിക്കും. പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ലോണം എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റിനേക്കാൾ അടിപൊളിയായിട്ട് തോന്നി. ഒരു പീക്ക് പടം എന്ന് പറയാം. അടിപൊളി ഷെട്ടി പുള്ളിയുടെ ആക്ടിങ്ങും മൊത്തത്തിൽ ഡയറക്ഷൻ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, BG ആയിക്കോട്ടെ, ഇതിനകത്ത് എടുത്തു പറയാനായിട്ട് കുറേ മൂമെൻറ്റ്സ് ഉണ്ട്. ഞാൻ ആദ്യം തൊട്ട് അവസാനം ഭയങ്കര എൻജോയ് ചെയ്തു, ആസ്വദിച്ചിട്ടൊരു പടവും അടിപൊളിയായിട്ട് തോന്നി. സിനിമ 2 മാസത്തെ അധ്വാനമാണ്. അത് പ്രേക്ഷകരെല്ലാവരും 2 കഴിഞ്ഞിട്ട് സ്വീകരിച്ചു നടന്നതിൽ ഒരുപാട് സന്തോഷം. ഈ കാണുന്ന ജനാവലി എല്ലാം പടം കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഗംഭീരമായിട്ട് ജയറാമേട്ടൻ വളരെ മനോഹരമായിട്ടാണ് ജയറാമേട്ടൻ പ്രസൻറ്റേഷൻ ഹാൻഡ് ചെയ്തത്. സെക്കൻഡ് ഹാഫിൽ ജയറാമേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പടം നല്ലൊരു സെറ്റാണ്. നമുക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. അടിപൊളിയാണ്. കാന്താര സൂപ്പർ പടം. കാന്താര ഫസ്റ്റ് 2022 ഇറങ്ങിയ സിനിമയാണ്. അതിന് 3 വർഷങ്ങൾക്ക് ഇപ്പുറം ഇറങ്ങിയ 2025 വന്നതാണ് ചാപ്റ്റർ 1. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചാണ്. നമ്മൾ തിയേറ്ററിൽ തന്നെ കാണും. OTTയിലും ഫോണിലും ഒന്നും കാണാതിരിക്കുക. ഫോണിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ തിയേറ്ററിലെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല. സൗണ്ടിൻ്റെ ആണെങ്കിലും നമ്മൾ എന്ത് വെച്ച് നോക്കിയാലും സ്ക്രീനിൻ്റെ വലുപ്പത്തിലാണെങ്കിലും ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. എന്തായാലും ഈ ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ നടൻ ഒരു ഇന്ത്യൻ സിനിമയിൽ ഇനി ഒരു അവിഭാജ്യ ഘടകം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സ്റ്റാർ എന്ന് പറയുന്നതിലുപരി വലിയൊരു നടനായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹത്തെ രാജമൗലിയെ പോലുള്ള ഡയറക്ടറുമായിലേക്ക് കൊടുക്കുക. ആ ഡയറക്ടർ കൈ കിട്ടുമ്പോൾ ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തിന് എന്ത് കഴിവുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാകും. ഇദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത പടമാണ്. ഇത് ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ എല്ലാ നടന്മാരും ഉണ്ട്, അവർക്കെല്ലാം വലിയ ഫാൻസ് ഫോളോവേഴ്സൊക്കെ ഉള്ളതാണ്. ഋഷഭ് ഷെട്ടി എന്ന് പറയുന്നത് 2022 വരുമ്പോൾ ആരും അറിയാത്ത ഒരു നടൻ വന്നു പോയി. 3 വർഷങ്ങൾക്ക് ഇപ്പുറം വന്നപ്പോഴും വ്യത്യസ്തമായ സാധനം നമുക്ക് കിട്ടി. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. ഇനി നല്ല ഡയറക്ടർ എന്നല്ല, രാജമൗലി പോലുള്ള ഡയറക്ടർ കൈ കിട്ടാന്നുണ്ടെങ്കിൽ മികച്ച സിനിമകൾ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയം വിചാരിക്കേണ്ടത്. അദ്ദേഹം നല്ല നടനാണ്. ജയറാമേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ അന്യഭാഷ ചിത്രത്തിൽ ചെയ്തതിൽ ഏറ്റവും നല്ല റോൾ ഇല്ല ചെയ്തത്. അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നായികയും നല്ല പ്രാധാന്യമുള്ളതാണ്. ഇതിൻ്റെ ആർട്ട് വർക്ക്, മ്യൂസിക്, പശ്ചാത്തലം എല്ലാം നല്ല രസമായിട്ടാണ്. ഇതൊരു വിശ്വാസ സിനിമയാണ്. ദയവ് ചെയ്ത് ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യരുത്. കാരണം ഇതൊരു വിശ്വാസ സമൂഹത്തിൻ്റെ സിനിമ തന്നെയാണ്. എല്ലാ വിശ്വാസ സമൂഹങ്ങളും ഒന്ന് കാണുക, അവരുടെ വിശ്വാസത്തിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. നല്ല സിനിമയാണ്. 1000 കോടി കിട്ടുമെന്നുള്ള ഹിറ്റാണ് സിനിമ. കളക്ഷനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് 1000 കോടി ഉറപ്പിച്ചോ, അതായത് ഒരു 500 കോടിക്ക് മുകളിൽ എന്തായാലും ഈ പടം കളക്ട് ചെയ്യും. അത് ഉറപ്പിച്ചു. കാരണം എനിക്ക് എത്ര കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ഇന്ത്യൻ സിനിമയാണ്, എവിടെ വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇത് കേരളത്തിലുള്ളവർ ഇതിനെ എങ്ങനെ കാണുന്നത്, കേരളത്തിലെ കളക്ഷൻ പോലെ ഇരിക്കും, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും കാന്താര ഫസ്റ്റ് ഇഷ്ടപ്പെട്ടുള്ളവർക്ക് കാന്താര ഈ ചാപ്റ്റർ 1 ഇഷ്ടപ്പെടുന്നെങ്കിൽ കാന്താര ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടും അല്ലേ? അതും ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ പടം ഇഷ്ടപ്പെടും. കാന്താര കണ്ടാളാണ് ഞാൻ, അതിലും മികച്ചതാണ്. ജയറാമേട്ടൻ അന്യഭാഷാ ചലച്ചിത്രങ്ങളിലെ എന്തോരം സിനിമകൾ അഭിനയിച്ചു. പെർഫോമൻസ്, ആക്ഷൻ എല്ലാം വേറെ ഡയറക്ഷൻ ചില എടുത്തു പറയേണ്ടതാണ്. അടിപൊളി. സെക്കൻഡ് ഹാഫ് ഒരു 30 മിനിറ്റ് നമ്മൾ തന്നെ വേറെ ഏതോ ലോകത്താണ്. ഒരു രക്ഷയില്ല. ജയറാമിൻ്റെ നല്ല റോളാണ്. ജയറാമിന് അതേപോലെ അതിൻ്റെ നായികക്കൊക്കെ നല്ല റോളാണ്. പക്ഷേ ഋഷഭ് ഷെട്ടിയുടെ മുന്നിൽ നമുക്ക് അവരുടെ റോളൊന്നും ഒന്നുമല്ല.
എന്നുള്ള ലെവലിൽ കൊണ്ടുവരേണ്ട ആ ഒരു ആളെ മാത്രം നമ്മൾ അത് നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആക്ടിങ്ങിന് പ്രത്യേക പെർഫോമൻസ് ആണ്, അടിപൊളി ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. എല്ലാവരും എന്ന് വെച്ചാൽ ഫാമിലിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ സിനിമ മേക്ക് ചെയ്തത്. സിനിമയുടെ ഓരോ സീക്വൻസും എന്താ പറയുക വിസ്മയിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഒരുക്കാൻ ഈ സിനിമയുടെ സംവിധായകർക്കും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകൾക്കും കഴിഞ്ഞു. എല്ലാവർക്കും തിയേറ്ററിലൊരു ഗംഭീര അനുഭവം തന്നെയായിരിക്കും കാന്താര ചാപ്റ്റർ 1. കാന്താര കണ്ടിറങ്ങിയതുകൊണ്ട് ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര പടം, തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട പടമാണ്. ചില പടങ്ങൾ തിയേറ്ററിൽ മിസ്സായതാണ്. ഇത് ദയവ് ചെയ്ത് മിസ്സാക്കാൻ ശ്രമിക്കരുത്. ഋഷഭ് സാറിൻ്റെ പെർഫോമൻസിൻ്റെ ഉഷാദി വേറെ ലെവൽ. കാന്താര ഫസ്റ്റ് കണ്ടതിനേക്കാളും ഒരുപാട് പെർഫോമൻസ് വൈസ് പുള്ളിക്കാരൻ വേറെ ലെവൽ. കാന്താരയിൽ നല്ല രീതിയിൽ ചെയ്തിട്ട് ഇതിലത് ഒന്നുകൂടെ ബെറ്റർ, ഏറ്റവും ബെസ്റ്റ് വേർഷനിൽ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ജയറാമേട്ടനൊക്കെ തകർത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേ ജയറാമേട്ടൻ്റെ വിളയാട്ടമാണ്. ക്ലൈമാക്സ് ഒക്കെ എന്താണ് ഗൂസ് ബംസ് വരും, തിയേറ്ററിൽ നിന്ന് രോമമൊക്കെ എഴുതിയിട്ട് പറയുന്നത് ആ ലെവൽ സാധനം തിയേറ്ററിൽ. പിന്നെ VFX ഒന്നോ ഇത്ര ഡീറ്റെയിലിങ്ങിലൂടെ ചെയ്തിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. പടം ഞാൻ കുറേ സ്റ്റാർട്ടിങ് തൊട്ട് കുറേ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുറേ കണ്ടതാണ്. അപ്പോൾ നിങ്ങളാണ് അതിൻ്റെ നല്ലൊരു അഭിപ്രായം എന്നോട് ഇങ്ങോട്ട് പറയേണ്ടത്, ഞാനാണ് അങ്ങോട്ട് ചോദിക്കേണ്ടത്. സാർ എങ്ങനെയുണ്ടായിരുന്നു പടം? ഞാൻ എൻ്റെ റൈറ്ററാണ്. ഡബിങ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഡബിങ് ഡയറക്ഷൻ, സൗണ്ട് എഞ്ചിനീയർ, സെൻസറിൻ്റെ വർക്കുകൾ, അങ്ങനെ മാക്സിമം ഓളിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായമാണ് ഇനി നല്ല മൂവി ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ എല്ലാവരും മൂവി തിയേറ്ററിൽ വന്ന് കാണാം, നല്ല അഭിപ്രായങ്ങൾ പറയാം, ജനുവായുള്ള അഭിപ്രായങ്ങൾ പറയാം, ബാക്കിയുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യാം. വളരെ സന്തോഷം, വളരെ നന്ദി. എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും, ഡബിങ് ആർട്ടിസ്റ്റിനും ഇതിനെല്ലാം സഹായിച്ചവർക്കും നന്ദി. അവരോട് ഞാൻ സെപ്പറേറ്റായിട്ട് നന്ദി പറയുന്നുണ്ട്, എന്നാലും ബ്രോയ്ക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു ഇതിലൂടെ. താങ്ക് യു. ഞാൻ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റിലും ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്കൻഡിലും ഒരു ഡയറക്ഷൻ ക്യാരക്ടറാണ്. അപ്പോൾ മൊത്തത്തിലുള്ളൊരു റിപ്പോർട്ട് ഭയങ്കര റിപ്പോർട്ടാണ്. അപ്പോൾ ഭയങ്കര ആകാംക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്, ഞാനുകൊണ്ട് വൈഫും. അപ്പോൾ എന്തായാലും അടിപൊളിയാകട്ടെ പ്രാർത്ഥിക്കുന്നു.